ചെയ്യുമെന്ന് കേട്ടിട്ടുണ്ടല്ലേ നമ്മൾ. ഹൃദയത്തിനൊക്കെ ബ്ലോക്കേഡ് വന്നാൽ ഒരു ബലൂൺ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. ഇങ്ങനെ ഹൃദയത്തിൻ്റെ ധമനികൾ ഇങ്ങനെ ചുങ്ങിപ്പോയാൽ അതിനെ വികസിപ്പിച്ചെടുക്കാനുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തും. ബ്ലോക്കുകൾ എടുത്തു കളയുന്ന ഹൃദയ ധമനികൾ ആർട്ടറിയിലൂടെയൊക്കെ കുഴൽ കടത്തിക്കൊണ്ടത് എടുത്തു കളയുന്ന സിസ്റ്റമുണ്ട്, ക്ലീൻ ചെയ്യണമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനിത് പറയാൻ കാരണം, ഈ നോൻപ് കാലം ഉദ്ദേശിക്കുന്നത് ആത്മാവിൻ്റെ ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ്. ആത്മാവിന് കൊളസ്ട്രോൾ ആണല്ല, അഹങ്കാരം ഉണ്ടാകും നമുക്ക്, അല്ലേ? അഹങ്കാരം, തന്നിഷ്ടം, തോന്നിവാസം, താൻ തോന്നിത്തരം, അതൊക്കെ വരുമ്പോൾ ദൈവഹിതത്തിനെതിരെ വരത്തില്ലേ? ഈ അഹങ്കാരികൾ എന്തുകൊണ്ടാണ് ബൈബിൾ എപ്പോഴും ടോർപ്പഡോ ചെയ്യണതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, അഹങ്കാരികൾ എന്ന് പറയുമ്പോൾ അഹം ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്, അല്ലേ? ക്യാരിയാണ് ഇംഗ്ലീഷ് വാക്കാണെങ്കിലുമേ. ഇപ്പം മുട്ടക്കാരൻ എന്നൊക്കെ പറയത്തില്ല, മുട്ട ചുവന്ന് നടന്ന് വിൽക്കുന്ന ആൾക്കാർ, പാട്ടുകാരൻ ഒക്കെ അത് വഹിക്കുന്ന ആൾക്കാരാണ്. അഹത്തെ വഹിക്കുന്നു, അഹങ്കാരം ഇങ്ങനെ വലുതാക്കിയിട്ട് അത് വഹിച്ചു നടക്കും. അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിരിക്കും അവർ, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലാണെങ്കിലും ഭയങ്കര ചിട്ടയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ തുള്ളിപോലും ആത്മാവിൽ കൃപയുണ്ടാകത്തില്ല. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അഹങ്കാരങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പം അവനെ കൊണ്ട് ബൈബിൾ എപ്പോഴും അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വെച്ചാൽ അവരെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ നിയമാവർത്തനം 8:3 നമ്മളെപ്പോഴും വായിക്കത്തില്ലേ, അതൊരു അഹങ്കാരത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ്, ഒരു ആൻജിയോപ്ലാസ്റ്റിയാണ് ശരിക്കും പറഞ്ഞത്, ആത്മാവിൻ്റെ ആൻജിയോപ്ലാസ്റ്റി. എന്ന് വായിച്ചേ, നിയമാവർത്തനം 8:2 വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ എളിമപ്പെടുത്താനും തന്റെ കൽപ്പനകൾ അനുസരിക്കുമോ ഇല്ലയോ എന്നറിയാനും നിങ്ങളെ പരീക്ഷിച്ച് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങൾ മനസ്സിലാക്കാനും വേണ്ടി ഈ 40 സംവത്സരം മരുഭൂമിയിലൂടെ നിങ്ങളെ നയിച്ച വഴിയെല്ലാം നിങ്ങൾ ഓർക്കണം. അതായത് ദൈവം തന്നെ മരുഭൂമിയിലൂടെ നമ്മളെ നയിക്കും. മരുഭൂമി എന്ന് പറയുന്നത് എന്താണ്? ബേസിക്കായിട്ട് വെള്ളം കിട്ടത്തില്ല, പിന്നെന്താണ്? വെള്ളവുമില്ല, പിന്നെന്താണ്? മരങ്ങളുമില്ല, തണലുമില്ല. അപ്പം നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരൊക്കെ ചില സമയത്ത് സഹായം നിർത്തും. ഇപ്പം നമ്മുടെ കയർ കമ്പനിയാണ്, കശുവണ്ടി കമ്പനിയാണ്, അല്ലെങ്കിൽ റബ്ബറാണ്, ഏലമാണ്, നമ്മുടെ ഈ ഉൽപ്പന്നങ്ങളെ എടുത്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്കാർ പെട്ടെന്ന് നിർത്തും. തണൽ പോയില്ലേ, നമ്മൾ മരുഭൂമിയിലായില്ലേ. ഇപ്പം കടപ്പുറത്തൊക്കെ ആണെങ്കിൽ ചെറിയ ചാള കിട്ടണത്, അതിൻ്റെ രുചിയുമില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ 30,000 കണ്ടിയെന്നും പറഞ്ഞുകൊണ്ട് പുതിയൊരു വല ഇറങ്ങിയിട്ടുണ്ട്. ഗുജറാത്തുകാർ വന്നിട്ട് രാത്രി വന്നിട്ട് ഉള്ള ആയിരം മുഴുവൻ കടലിൽ പിടിച്ചിട്ട് പോയി. അതിനെതിരെയൊക്കെ നമ്മളിപ്പോൾ സമരത്തിന് പോകാനുണ്ട്. അതുകൊണ്ട് എന്താ പറ്റിയത്? അപ്പം ഇവിടെ ഉള്ളവർക്ക് പ്രശ്നമായി. അപ്പോൾ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ടാകും. എല്ലാ മേഖലയിലും മരുഭൂമികൾ വരുന്നു, തണൽ പോകുന്നു. നമുക്ക് ആ കമ്പനി, നമ്മുടെ ഏലമാണ്, നമ്മുടെ റബ്ബറൊക്കെ എടുത്തിരുന്ന കമ്പനി ഇപ്പോൾ എടുക്കണില്ല, തണൽ പോയി. കശുവണ്ടി എടുത്തിരുന്നവർ ഇപ്പോൾ വേണ്ടെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയണം. കയറെടുത്തിരുന്നവർ സീസൺ കഴിഞ്ഞെന്ന് പറയണം, അടുത്ത പ്രാവശ്യം നോക്കാമെന്ന് പറയുമ്പോൾ തണൽ പോകുന്നു. അപ്പോൾ തണൽ പോകുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഹങ്കാരം കൊണ്ട് മറ്റുള്ളവർ ഉടനെ നമ്മളെന്ത് ചെയ്യും? നമ്മൾ തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ കടയും വിലയും മേടിച്ചുകൊണ്ട് പണിക്കാരെ ഞങ്ങൾ പണി നിന്ന് പോയിട്ടില്ലെന്ന് അറിയിക്കാൻ വേണ്ടി കുറേ സാധനം ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഓർഡർ കിട്ടിക്കാണോ. ഓരോ ഓർഡറും ഇല്ല. ഞാൻ തോറ്റിട്ടില്ല എന്ന് പറയാൻ വേണ്ടി സാധനം ഉണ്ടാക്കി കടം മേടിച്ച് വീണ്ടും നമ്മൾ ഉൽപ്പാദനം നിർത്തും. അതായത് ഈ മരുഭൂമിക്കാലത്ത് മണ്ടത്തരങ്ങൾ കാണിക്കരുത്. അത് എളിമപ്പെടാൻ വേണ്ടി ദൈവം തന്നതാണ്. ദൈവത്തിന് ശരണപ്പെടാനുള്ള സമയമാണത്. അപ്പോൾ അത് വിനയപ്പെടാൻ പറഞ്ഞാൽ നിങ്ങളെ വിനയപ്പെടുത്താനാണെന്നാണ് പറയണത്. വിനയപ്പെടുത്താനും
അപ്പം കൊണ്ട് മാത്രമല്ല, കശുവണ്ടിയും കൊണ്ടും കയറും കൊണ്ടും ഏലം കൊണ്ടും കുരുമുളക് കൊണ്ടും റബ്ബർ കൊണ്ടും മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ്. അപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിയാൻ പറഞ്ഞിരിക്കുകയാണ്. കാര്യം എന്താ? അപ്പം ഉണ്ടായാലും കശുവണ്ടി ഉണ്ടായാലും കയറുണ്ടായാലും കുരുമുളക് ഉണ്ടായാലും നമ്മൾ കുറച്ച് പൈസ കിട്ടും, നമ്മൾ ഭക്ഷണം കഴിക്കും, നമ്മൾ മരിക്കും, തീർന്നു. നിത്യത വരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ മരുഭൂമി നമുക്ക് നേരത്തെ തരുന്നത്. അല്ലെങ്കിൽ നിത്യത മരുഭൂമിയായി പോകും. അതാണ് വിഷയം. അപ്പം അതുകൊണ്ട് എളിമയോട് അക്സെപ്റ്റ് ചെയ്തിട്ട് കർത്താവ് ശരിയാക്കും. കർത്താവ് ഒരിക്കലും അവനെല്ലാം നല്ലതുപോലെ ചെയ്യണമെന്നല്ല പറയണത്. 7:37 എടുത്തേ, മർക്കോസ് 7:37. അവർ അളവറ്റ വിസ്മയത്തോടെ പറഞ്ഞു. അവൻ എല്ലാ കാര്യങ്ങളും, അവൻ യേശു എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്നു. അപ്പം അതാണ് ദൈവത്തിൻ്റെ ഒരു രീതി. എന്താണ്? ദൈവം നല്ലതേ ചെയ്യത്തുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഒരു മോശത്തരം നമ്മുടെ ജീവിതം സംഭവിച്ചാലും നിങ്ങൾ ഓർക്കണം, കർത്താവ് ശരണപ്പെട്ട് എളിമപ്പെട്ട് ആത്മാവിനെ കൊളസ്ട്രോളൊക്കെ മാറ്റി അഹങ്കാരമൊക്കെ മാറ്റി വിനയപ്പെട്ട് നല്ല കൃപയുടെ രക്തോട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കർത്താവ് വിശുദ്ധ ഇടപെടും. അങ്ങനെ ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.